നമസ്കാരം. ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ഫോളോവർ വൈശാഖൻ തമ്പിയുടെ ഒരു റീൽ അയച്ചു തന്നിരുന്നു. നമുക്ക് ആദ്യം ആ റീൽ ഒന്ന് കണ്ടു നോക്കാം, അതിനുശേഷം വിഷയത്തിലേക്ക് വരാം. ഭൂമി കറങ്ങുന്നത് വെച്ചിട്ടാണ് നമ്മൾ കലണ്ടർ ഉണ്ടാക്കുന്നതെങ്കിൽ ഭൂമി ഒരു തവണ കറങ്ങുന്നതിന് ഒരു ദിവസം എന്ന് വിളിച്ചു, ഭൂമി സൂര്യന് ചുറ്റും ഒരു തവണ കറങ്ങി വരുന്നതിന് ഒരു വർഷം എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തിന് നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കിയെന്ന് വെച്ചു. ഈ ഭൂമി ഇങ്ങനെ കറക്റ്റ് 365 തവണ കറങ്ങുമ്പോഴല്ല ഒരു വർഷം ആവുന്നത്. അല്ലെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും പോയി പഴയ സ്ഥാനത്ത് തിരിച്ചു വരുമ്പം 365 തവണ മാത്രമല്ല കറങ്ങുന്നത്, ഒരു കാൽ കറക്കം കൂടെ. ഈ കാൽ കറക്കം കലണ്ടറിൽ വെക്കാൻ പറ്റൂലല്ലോ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ കാലവിടെ ഇട്ടു. അതങ്ങ് അടുത്ത കാലും കൂടെ വരുമ്പോൾ അരയായല്ലോ, ഒരു കാലും കൂടെ കഴിയുമ്പോൾ മുക്കാലായല്ലോ, ഒരു കാലും കൂടെ ആകുമ്പോൾ ഒന്നാവും. അപ്പോൾ നമ്മൾ കലണ്ടറിൽ 366 ദിവസമാക്കി. ഓക്കെ, അങ്ങനെയാണ് ലീപ്പ് ഇയർ ഉണ്ടാക്കി. കോംപ്ലിക്കേഷൻ അവിടെ തീർന്നിട്ടില്ല. ഈ കാലെന്ന് പറയുന്നത് 0.25 ആണ് മാത്തമാറ്റിക്സിൽ. പക്ഷെ ഇത് 0.24 ഉള്ളൂ. അപ്പൊ 4.24 ചേരുമ്പോഴത്തേക്ക് എത്രയായി? 0.96 ആവും, 1 ആവില്ല. അപ്പം നമ്മൾ 4 വർഷം കൂടുമ്പോൾ ഒരു ഡേ കലണ്ടറിൽ ആഡ് ചെയ്യുന്നത് ഓവർ കറക്ഷനാണ്. ഓക്കെ, ഇതെങ്ങനെ പരിഹരിക്കും? ഇത് പരിഹരിക്കാനുള്ള മാർഗം 400 വർഷം കൂടുമ്പം ഒരു ലീപ്പ് ഇയർ ഒഴിവാക്കും. 400 വർഷം കഴിയുമ്പോൾ അപ്പം ഒരു ലീപ്പ് ഇയർ, അതായത് ഒരു വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലീപ്പ് ഇയർ ആണെന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. പക്ഷെ ആ വർഷത്തെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല. ഈ റീലിൻ്റെ അടിയിൽ നമുക്കൊരു കമൻറ്റ് കാണാം. വൈശാഖൻ തമ്പി പറയുന്നതനുസരിച്ച് 2000 എന്ന വർഷം ഒരിക്കലും ഒരു ലീപ്പ് ഇയർ ആകാൻ പാടില്ല, പക്ഷേ 2000 ലീപ്പ് ഇയർ ആണ്. കലണ്ടർ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും 2000 എന്ന് പറയുന്ന വർഷം ലീപ്പ് ഇയർ ആണ്. അതിൻ്റെ കാരണം വൈശാഖൻ തമ്പി ഇവിടെ ലീപ്പ് ഇയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുള്ളതാണ്. ഭൂമിക്ക് സൂര്യന് ചുറ്റും ഒരു തവണ പൂർണ്ണമായിട്ടും വലം വെച്ച് വരാൻ 365.2422 ദിവസങ്ങളാണ് വേണ്ടി വരുന്നത്. ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിക്ക് അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം ഒരു തവണ ഒന്ന് കറങ്ങാനുള്ള സമയമാണ്. ഇത്തരത്തിൽ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം വരുന്നത് കൊണ്ട് ആ വ്യത്യാസം നമ്മൾ നമ്മുടെ കലണ്ടറിലും വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്തിനാണ് വരുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഗ്രാഫിക്സിൻ്റെ സഹായത്താൽ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ലീപ്പ് ഇയർ കണക്കാക്കുന്നതിലേക്ക് വരാം. ഒരു വർഷം നമുക്ക് ഒരിക്കലും 365.2422 ദിവസങ്ങളാക്കി മാറ്റാൻ സാധിക്കില്ല. അതൊട്ടും പ്രാക്ടിക്കലല്ല. അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി ഓരോ 4 വർഷം കൂടുന്തോറും നമ്മൾ അധികമായിട്ടുള്ള ഒരു ദിവസം കൂടി ഫെബ്രുവരി മാസത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും. ഉദാഹരണത്തിന് 4 എന്ന് പറയുന്ന വർഷത്തിൽ ഫെബ്രുവരിക്ക് 29 ദിവസങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 5, 6, 7 വർഷങ്ങൾ ഫെബ്രുവരിക്ക് 28 ദിവസങ്ങളേ ഉള്ളൂ. എന്നാൽ 8 എന്ന് പറയുന്ന വർഷത്തിൽ ഫെബ്രുവരിക്ക് 29 ദിവസങ്ങൾ കാണും. ഈ 4 വർഷങ്ങളുടെയും ശരാശരി നമുക്കൊന്ന് പരിശോധിക്കാം. 5 എന്ന് പറയുന്ന വർഷത്തിൽ 365 ദിവസമുണ്ട്, 6-ൽ 365 ഉണ്ട്, 7-ൽ 365 ഉണ്ട്, 8-ൽ 366 ദിവസമുണ്ട്. അപ്പോൾ ഇത്രയും ദിവസങ്ങളെ കൂട്ടിയിട്ട് 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് ശരാശരി കിട്ടും. അപ്പോൾ നമുക്ക് ശരാശരി കിട്ടുക 365.25 ആണ്. പക്ഷേ ഭൂമിക്ക് ഒരു തവണ സൂര്യനെ കറങ്ങി വരാനായിട്ട് 365.2422 ദിവസങ്ങളാണ്. അതിൽ കൂടുതൽ കറക്ഷനാണ് ഇങ്ങനെ നമ്മൾ 3 വർഷങ്ങൾക്ക് ശേഷം ഒരു ലീപ്പ് ഇയർ ആഡ് ചെയ്താൽ കിട്ടുന്നത്. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ രണ്ടാമത് ഒരു റൂൾ കൂടി ആഡ് ചെയ്യണം. ആദ്യത്തെ റൂളിൻ്റെ പേരാണ് ബേസിക് റൂൾ. രണ്ടാമത്തെ റൂളിൻ്റെ പേര് സെഞ്ച്വറി റൂളാണ്. ഓരോ 100 വർഷം കൂടുന്തോറും വരുന്ന ഒരു ലീപ്പ് ഇയറിനെ നമുക്ക് ഒഴിവാക്കാം. ഉദാഹരണത്തിന് 1900 എന്ന് പറയുന്ന വർഷം, ആ 1900-നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അതുകൊണ്ട് അത് ലീപ്പ് ഇയർ ആകണമെന്നില്ല. രണ്ടാമത്തെ റൂള് കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ റൂൾ പ്രകാരം നമുക്ക് 100 കൊണ്ട് ആ വർഷത്തെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു ലീപ്പ് ഇയർ അല്ല. 1900-ത്തെ നമുക്ക് കൃത്യമായിട്ട് 100 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 1900 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ല. 2000 എന്ന് പറയുന്ന വർഷം, 2000 എന്ന് പറയുന്ന വർഷത്തെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും, അതുപോലെ 100 കൊണ്ടും ഹരിക്കാൻ സാധിക്കും. എന്നാൽ റൂൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. ഈ 100 കൊണ്ട് ഹരിക്കുന്നത് കാരണവും കൃത്യമായിട്ട് നമുക്ക് ലീപ്പ് ഇയറിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കില്ല. അവിടെ ഒരു ഓവർ കറക്ഷൻ സംഭവിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനായി മൂന്നാമത് ഒരു റൂൾ കൂടി അപ്ലൈ ചെയ്യണം. അതാണ് എക്സെപ്ഷൻ ടു ദ എക്സെപ്ഷൻ റൂൾ. ഈ റൂൾ അനുസരിച്ച് നമുക്ക് 2000 എന്ന വർഷത്തെ 400 കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്യണം. 400 കൊണ്ട് കൃത്യമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ലീപ്പ് ഇയർ ആയിരിക്കും.
ലീപ്പ് ഇയർ അല്ലെന്നാണ് വൈശാഖൻ തമ്പി പറയുന്നത്. കൂടാതെ അദ്ദേഹം സെഞ്ചുറി റൂൾ അപ്ലൈ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കണക്ക് തെറ്റാണ്. അങ്ങനെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 2000 എന്ന് പറയുന്ന വർഷം ലീപ്പ് ഇയർ അല്ല എന്നായിരിക്കും കിട്ടുക. യഥാർത്ഥത്തിൽ 2000 എന്ന് പറയുന്ന വർഷം ലീപ്പ് ഇയർ ആണ്. ചുറ്റുമുള്ള ഭൂമിയുടെ കറക്കത്തിൻ്റെ ദിവസത്തിനനുസരിച്ച് തന്നെ നമ്മുടെ കലണ്ടർ ദിനങ്ങൾ വരാൻ വേണ്ടി ഓരോ 4 വർഷം കൂടും തോറും ഒരു ദിവസം അധികമായിട്ട് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമുക്ക് കിട്ടില്ല. അവിടെ ഒരു ഓവർ കറക്ഷൻ സംഭവിക്കുന്നു. ആ ഓവർ കറക്ഷൻ ഒഴിവാക്കാനായി ഓരോ 100 വർഷം കൂടും തോറും വരുന്ന ഒരു ലീപ്പ് ഇയറിനെ നമ്മൾ ലീപ്പ് ഇയർ അല്ലാതെ ആക്കുന്നു. ആ ദിവസം ഫെബ്രുവരി മാസത്തിൽ അധികമായിട്ടുള്ള ഒരു ദിവസമില്ല. അങ്ങനെ ചെയ്താലും അവിടെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു കണക്ക് ലഭിക്കാൻ വേണ്ടി ഈ 100 വർഷം ആവർത്തിക്കുന്ന 4ാമത്തെ തവണയുണ്ടല്ലോ, അതായത് 400ാമത്തെ വർഷം വരുമല്ലോ. 400ാമത്തെ വർഷത്തിൽ ശരിക്കും നമ്മൾ ഒരു ലീപ്പ് ഇയറിലെ ആ ഒരു ദിവസം ഒഴിവാക്കേണ്ടതാണ്. ആ ദിവസത്തെ നമ്മൾ ഒഴിവാക്കുന്നില്ല. ആ ദിവസം ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ചേർത്താൽ മാത്രമാണ് നമുക്ക് സൂര്യൻ്റെ ചുറ്റുമുള്ള ഭൂമിയുടെ കറക്കം അനുസരിച്ച് കലണ്ടർ ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തിനാണ് നമ്മളിങ്ങനെ കൃത്യമായിട്ട് കലണ്ടർ സൂര്യൻ്റെ ചുറ്റുമുള്ള കറക്കം അനുസരിച്ച് ക്രമീകരിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ക്ലൈമറ്റ് പ്രവചിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് പറയാം ഡിസംബർ മാസത്തിൽ എന്ത് കാലാവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ജനുവരിയിൽ എങ്ങനെയായിരിക്കും, ജൂണിൽ എങ്ങനെയായിരിക്കുമെന്ന്. എന്നാൽ വർഷങ്ങൾ കഴിയും തോറും ലീപ്പ് ഇയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്കതൊരിക്കലും പറയാൻ പറ്റാതെയാകും, അല്ലെങ്കിൽ അത് പറയാൻ വളരെയധികം പ്രയാസമായിരിക്കും. അതിൻ്റെ കാരണം ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള ചരിവാണ്. ഭൂമിയുടെ ഇമാജിനറി ആക്സിസ് അല്ലെങ്കിൽ അച്ചുതണ്ടിന് 23.5 ഡിഗ്രിയുടെ ഒരു ചരിവുണ്ട്. അങ്ങനൊരു ചരിവില്ലായിരുന്നെങ്കിൽ, അത് 0 ഡിഗ്രി മാത്രമായിരുന്നെങ്കിൽ, ഇക്വേറ്ററിൽ അല്ലെങ്കിൽ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വർഷത്തിൽ 365 ദിവസവും സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തിൽ ഒരു വ്യത്യാസവും സംഭവിക്കില്ല. ഇതുതന്നെ ദക്ഷിണ ധ്രുവത്തിലും ഉത്തര ധ്രുവത്തിലും അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും സംഭവിക്കുന്നതാണ്. ഉത്തരാർദ്ധഗോളത്തിൽ എത്രമാത്രം സൂര്യപ്രകാശമാണോ കിട്ടുന്നത്, ആ സൂര്യപ്രകാശം 365 ദിവസവും കിട്ടും. ദക്ഷിണാർദ്ധഗോളത്തിലും അതുപോലെ തന്നെ 365 ദിവസവും ഒരേ തരത്തിലുള്ള സൂര്യപ്രകാശമായിരിക്കും കിട്ടുക. പക്ഷെ ചരിവുള്ളത് കൊണ്ട് ഇതിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. അതാണ് സമ്മർ സോൾസ്റ്റിസിനും വിന്റർ സോൾസ്റ്റിസിനും കാരണമായി മാറുന്നത്. സൂര്യനെ വെച്ച് നോക്കുമ്പോൾ ഭൂമിയുടെ പൊസിഷൻ 365 ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ മാസമാകുമ്പോൾ ഭൂമിയുടെ പൊസിഷൻ അനുസരിച്ച് ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളം സൂര്യൻ്റെ നേർക്കായിരിക്കും നിൽക്കുക. ഉത്തരാർദ്ധഗോളം അവിടെ നിന്നും അല്പം ചെരിഞ്ഞിട്ടായിരിക്കും നിൽക്കുക. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിന് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെ കുറച്ചുകൂടെ കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതേസമയം ഉത്തരാർദ്ധഗോളത്തിലുള്ള പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം കുറച്ചുകൂടെ സമയമെടുത്ത് കുറച്ചുകൂടെ ദൂരം യാത്ര ചെയ്തിട്ടാണ് എത്തിച്ചേരുന്നത്. ഡിസംബർ മാസം കഴിഞ്ഞ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം ആകുമ്പോഴേക്കും സൂര്യൻ്റെ പ്രകാശം നേരെ എത്തിച്ചേരുന്നത് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് നേർക്കായിരിക്കും. മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ മാസം മധ്യമാകുമ്പോഴേക്കും സൂര്യൻ്റെ പ്രകാശം ഏറ്റവും കുറഞ്ഞ ദൂരം യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനോട് ചേർന്നുള്ള ഭാഗത്തായിരിക്കും. ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയാണ് ഇത് എത്തിച്ചേരുക. അതിനുശേഷം വീണ്ടും അത് ഇക്വേറ്ററിൻ്റെ ഭാഗത്തേക്ക് പോകും. അത് കഴിഞ്ഞ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്ന ദക്ഷിണാർദ്ധഗോളത്തിലുള്ള സാങ്കല്പികമായിട്ടുള്ള ലാറ്റിറ്റ്യൂഡിൽ എത്തിച്ചേരും. ഇതിങ്ങനെ 365 ദിവസം കൂടുന്തോറും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ മാസത്തിൽ ഓസ്ട്രേലിയയിൽ മഞ്ഞുകാലമായിരിക്കില്ല, വേനൽക്കാലമായിരിക്കും. അതേസമയം യൂറോപ്യൻ മേഖലകളിൽ മഞ്ഞുകാലമായിരിക്കും. ഏതു വർഷമെടുത്താലും ക്ലൈമറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കണമെങ്കിൽ ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള കറക്കം അനുസരിച്ച് നമ്മുടെ കാലണ്ടർ നമ്മൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് 3 റൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.